നിങ്ങൾക്കറിയുമോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ റബ്ബിന്റെ സവിധത്തിലെത്തിയാൽ ആത്മാവ് തിരിച്ചു വന്നാൽ ഡെഡ് ബോഡി ഉള്ള സ്ഥലത്തു തന്നെ ആത്മാവിനെ മലക്കുകള് തിരിച്ചെത്തിച്ചാൽ ആത്മാവ് മരിക്കുന്നില്ലല്ലോ, ആത്മാവ് നശിക്കുന്നില്ലല്ലോ, ആത്മാവ് തന്റെ ഡെഡ് ബോഡിയുടെ സമീപത്തിരിക്കുകയാ. ഓരോ മുഅ്മിനായ മനുഷ്യന്റെയും ആത്മാവ് ഒരു ചെറിയ തേനീച്ചയുടെ വലിപ്പമാ, അവന്റെ ശരീരത്തിന്റെ രൂപമാ. ആ ശരീരത്തിനെ ചുറ്റിപ്പറ്റിയിട്ട് ആ ശരീരത്തിന്റെ സമീപത്ത് നിൽക്കുകയാ, ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുകയാ. എത്ര കാലം ഞാൻ താമസിച്ചിരുന്ന കൂടാണ്, എവിടെയെല്ലാം ഈ ശരീരത്തെ ഞാൻ എത്തിച്ചിരുന്നു, എന്തെല്ലാം ഈ ശരീരം കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു, ഏതൊക്കെ പേക്കൂത്തുകൾ ഞാൻ ചെയ്യിപ്പിച്ചിരുന്നു, എല്ലാം ചെയ്യിപ്പിക്കുന്നത് ആത്മാവല്ലേ. ഈ ബോഡിയിൽ നിന്ന് കിടക്കുന്ന സ്ഥിതി എന്താണ്? സുബ്ഹാനല്ലാഹ്. എത്ര സൗന്ദര്യമുള്ള ശരീരമാണെങ്കിലും ആരോഗ്യമുള്ള ശരീരമാണെങ്കിലും ആ ശരീരത്തിന്റെ രണ്ട് കാലുകൾ മലർന്നു പോയി, കൃഷ്ണങ്ങൾ ഉയർന്നു പോയി, കൈകൾ മലർന്നു പോയി, രണ്ട് കണ്ണുകൾ മേൽപോട്ട് തുറിച്ചു പോയി, വാ പരമാവധി പൊളന്നു പോയി, നാവ് തൂങ്ങിപ്പോയി, മൂക്ക് രണ്ടും വികസിച്ചു പോയി, രണ്ട് ചെന്നികൾ കഥാ കറുത്തു പോയി. ആ രൂപത്തിൽ കിടക്കുന്ന ശരീരം ആരോ വന്ന് വസ്ത്രങ്ങളൊക്കെ മാറ്റിപ്പോയി, വിലപിടിപ്പുള്ള മുണ്ടുകൾ അഴിച്ചു വെക്കപ്പെട്ടു, സ്വർണങ്ങളും വെള്ളികളും ഒക്കെ അഴിച്ചു വെക്കപ്പെട്ടു, 50,000 വാച്ചൂരി വെക്കപ്പെട്ടു, എല്ലാ ഡ്രസ്സുകളും മാറ്റിയിട്ട് ഒരു നേർത്ത കോട്ടൺ തുണി കൊണ്ട് ശരീരം മൂടിയിട്ടുണ്ട്, രണ്ട് കാലിന്റെ തള്ളവിരൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്, വയറ് വീർത്ത് വീർത്ത് പൊട്ടാതിരിക്കാൻ ഘനമുള്ള ഒരു സാധനം വയറ്റത്ത് വെച്ചിട്ടുണ്ട്, പൊളന്ന വായ മുർദാവിലേക്ക് പിടിച്ചു കെട്ടിയിട്ടുണ്ട്, തുറന്നു നിൽക്കുന്ന കണ്ണാരോ ചിമ്മിപ്പിച്ചിട്ടുണ്ട്, തലയിണയില്ല, പായയില്ല, തുണിയില്ല, ബെഡ്ഷീറ്റില്ല, ഉണങ്ങിയ ഒരു പടിയിൽ കിടത്തിയിട്ടുണ്ട്, ഒരു മരത്തിൽ കിടത്തിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഈ ആത്മാവ് കിടന്ന് കരയുകയാ, എത്ര സുഖിച്ചവരാ, AC റൂമില്ല, ഫാൻ കറങ്ങുന്നില്ല, സൗകര്യങ്ങളില്ല. ആ ആത്മാവ് ശരീരത്തിന്റെ സമീപത്ത് നിൽക്കുന്നു, വരുന്നവരെ മുഴുവനും ശ്രദ്ധിക്കുന്നു, പറയുന്നത് മുഴുവനും ശ്രദ്ധിക്കുന്നു. അല്ലാ അല്ലാ, അല്പസമയം കഴിഞ്ഞാരോ കുളിപ്പിക്കാൻ എടുക്കുന്ന ഡെഡ് ബോഡിയുടെ കൂടെ ആത്മാവും പോകുന്നു, ആത്മാവ് അപ്പോഴും കരയുന്നു. അല്ലാഹു തആല പലതും നമുക്ക് മറച്ചു വെച്ചതുപോലെ ആത്മാവിന്റെ നൊമ്പരം മറച്ചു വെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കുളിപ്പിച്ചു കഴിഞ്ഞാൽ
പതിയെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കുന്നു. ഒപ്പിയെടുത്തതിന് ശേഷം 3 കോറത്തുണികൾ, കോട്ടൺ തുണികൾ വിരിച്ചിരിക്കുന്നു. വിരിച്ച തുണിയിലേക്ക് എടുത്ത് കിടത്തുന്നു. അതാ സുജൂദ് ചെയ്ത അവയവങ്ങളിലൊക്കെ പഞ്ഞികൾ വെക്കുന്നു. അവയവങ്ങളിലും കെണുപ്പുകളിലുമൊക്കെ പഞ്ഞി വെക്കുന്നു. എല്ലാം വെക്കുന്നത് സമയത്ത് ആത്മാവ് നോക്കി നിൽക്കുന്നു. അതിനുശേഷം വലഭാഗത്തിൽ നിന്ന് ഇടഭാഗത്തിൽ നിന്നെടുത്ത് വലഭാഗത്തേക്ക് ആദ്യം മറക്കുന്നു. പിന്നെ വലത്തിൽ നിന്നെടുത്ത് ഇടഭാഗത്തേക്ക് മറക്കുന്നു. 3 തുണികളും ചുറ്റുന്നു. 3 ഭാഗത്തും തുണിയുടെ വക്ക് കീറിയിട്ട് കെട്ടുന്നു. 3 കെട്ടും കെട്ടിയിട്ട് ആ മയ്യത്തെടുത്ത് സ്ട്രെച്ചറിൽ വെക്കുന്നു. സ്ട്രെച്ചർ എടുത്ത് കട്ടിലിൽ വെക്കുന്നു. 1-ാം നമ്പർ ഇന്നോവ കാറുണ്ട്, ടൊയോട്ടയുടെ വാഹനങ്ങളുണ്ട്, ബെൻസുകളുണ്ട്. പക്ഷേ ആ വാഹനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. 6 കാലുള്ള മയ്യത്തുകട്ടില. അത് പള്ളിയിൽ എപ്പോഴോ സെറ്റപ്പാ. അതിന് സ്ട്രൈക്കില്ല, അതിന് എണ്ണ വേണ്ട, ഡ്രൈവർ വേണ്ട. ആ വാഹനത്തിൽ കേറ്റിയിട്ട് മൂടിയിടുമ്പോൾ ആ മയ്യത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ്, എന്നെയും നിന്റെയും എന്റെയും നിന്റെയും ആത്മാവ് ആ കട്ടിലിന്റെ മുകളിൽ നിൽക്കുന്നു. ഇറങ്ങി വരുന്ന വീട്ടിലേക്ക് ശ്രദ്ധിക്കുന്നു. വീട്ടിൽ നിന്ന് അലമുറയിടുന്നു. പെണ്ണ് കരയുന്നു, മക്കള് കരയുന്നു, ആർത്തനാദങ്ങൾ മുഴങ്ങുന്നു. ഏറ്റവും കൂടുതൽ കരയുന്നത് വീട്ടിലെ പെണ്ണാണ്, ഭാര്യയാണ്. എനിക്കിനി ആരാ? മക്കൾക്ക് ഭർത്താക്കളുണ്ട്, മക്കൾക്ക് ഭാര്യമാരുണ്ട്, അവർക്ക് പലരുമുണ്ട്. എനിക്കിനി ആരാ എന്ന് പറഞ്ഞ് വീട്ടിലെ പെണ്ണ് ഇരുമ്പിന്റെ ഗിൽസുകൾ മുറുകെ പിടിച്ച് ശ്വാസടക്കി പിടിച്ച് കരയുന്നു. അപ്പോൾ ഈ ആത്മാവ് കട്ടിലിൽ നിന്ന് വിളിച്ചു പറയുന്നു, യാ ജമാഅത്തി, സംഘമേ, ബന്ധുക്കളെ, കരയുന്നതെന്തിനാ? ലാ യഗുറന്നകുമുദ്ദുനിയാ, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്. കമാ ഗറത്തിനി, എന്നെ വഞ്ചിച്ചതുപോലെ. ലാ തൽഅബു ബിക്കും, നിങ്ങളുമായി കളിക്കരുത്. കമാ ലഅബ ബി, എന്നെ കൊണ്ട് കളിപ്പിച്ച പോലെ. ഈ യാത്ര ഓർത്തിരുന്നില്ല, ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നില്ല. ഒരു 10 തസ്ബീഹ് പോലും ചൊല്ലി വെച്ചിരുന്നില്ല. എല്ലാ ദിവസവും ഒരു മുൽക്ക് സൂറത്ത് ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നില്ല. സൃഷ്ടിച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ ഏകാന്തതയുടെ കൂരിരുട്ടുള്ള ഖബറിലെത്തുമ്പോ ആശ്വാസത്തിന് വേണ്ടിയിട്ട് അല്പം ഖുർആൻ പോലും ഓതി വെച്ചിരുന്നില്ല. ഇവിടത്തെ പളപളപ്പുള്ള ജീവിതവും ഇവിടത്തെ നല്ല സൗകര്യങ്ങളും എല്ലാം കണ്ട് ഇതാണ് ഇന്ന് തെറ്റിദ്ധരിച്ച് വഞ്ചനയിൽ പെട്ടുപോയി. ഇത് നിങ്ങൾക്ക് പെട്ടുപോകല്ല, ആരും അതിൽ കുടുങ്ങിപ്പോകല്ല എന്ന് പറയാതെ ഒരു മയ്യത്തും വീട്ടിൽ നിന്നിറങ്ങൂല, ഒരു ഉപ്പയും ഇറങ്ങൂല, ഒരു ഉമ്മയും ഇറങ്ങൂല. മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി ആരോ നിനക്ക് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും മഹാഭൂരിപക്ഷം ആളുകളും ഇറങ്ങിപ്പോയി. നിന്റെ വീടൊന്ന് കാണാൻ
നിന്നെ കിടത്തുന്ന സ്ഥലമൊന്നു കാണാൻ, നിന്നെ മണിയറയൊന്ന് കാണാൻ, മണ്ണറയൊന്ന് കാണാൻ അവർക്ക് സമയം കിട്ടിയില്ല. കല്യാണത്തിന് നേരത്തെ വന്നിരുന്നു. മണിയറ അവര് കണ്ടമാനം നോക്കി സന്തോഷിച്ചിരുന്നു. പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. വീടുദ്ഘാടനത്തിന് തലേ ദിവസമേ വന്നിരുന്നു. അവര് നിന്നെ സന്തോഷിപ്പിച്ചിരുന്നു. ആയിരക്കണക്കിന് കൊല്ലം നിനക്ക് കിടക്കാനുള്ള വീട് അവര് ശ്രദ്ധിച്ചില്ല, വന്ന് കണ്ടില്ല.